Control room 1. Is there audible? Am I clearly audible? Yes, sir. Clearly audible, sir. Control room, code 1, check 1, 2, 3, 4, 5, 6, audio check, sound check. Yes, court is ready. आया जो नायक मेरा दिखे आठों दिशा में डर राम और रावण की तरह ये है शक्ति का सागर आरंभ है अंत का। കേസ് നമ്പർ 1100/J7/2026 ഫോൺ ആപ്പുകൾക്കെതിരെ സ്മാർട്ട് ഫോൺ ഫയൽ ചെയ്ത പരാതി. പരാതിക്കാരൻ സ്മാർട്ട് ഫോൺ ഹാജരുണ്ടോ? മാർട്ടിൻ കൂപ്പറിന്റെ നാമത്തിൽ കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിക്കുകയുള്ളൂ. ആരായി മാർട്ടിൻ കൂപ്പർ? നിന്റെ പടച്ചവൻ. ഇതുപോലും അറിയില്ലേ? നിന്നെയൊക്കെ ഉണ്ടാക്കിയവൻ. ഓ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാറുണ്ട്, ക്രിയേറ്റർ അപ്ഡേറ്റ് വന്നിട്ടില്ല. മാർട്ടിൻ കൂപ്പറിന്റെ നാമത്തിൽ കോടതി മുന്നാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. എന്താണ് നിങ്ങളുടെ പരാതി മിസ്റ്റർ സ്മാർട്ട് ഫോൺ? ഓ മൈ ലോർഡ്, ഇന്നത്തെ തലമുറയുടെ ശത്രു, ഉറക്കം കളയുന്നവൻ, സമയം തിന്നുന്നവൻ, കണ്ണ് നശിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ആളുകൾ എന്നെ വിളിക്കാറ്. പക്ഷേ ഞാൻ നിരപരാധിയാണ്. എന്റെ പേരും ആരോഗ്യവും നശിപ്പിച്ചത് ഈ ആപ്പുകളാണ്. ഒന്നാം പ്രതി, ഗ്രൂപ്പുകളുടെ ദളപതി, വാട്സപ്പ്. ഹാജരുണ്ടോ? സത്യം മാത്രമേ പറയൂ എന്ന്. മതി. ഞാനും എന്റെ ഗ്രൂപ്പുകളും സത്യം മാത്രമേ എപ്പോഴും പറയാറുള്ളൂ. ഇടയ്ക്ക് ചോദിച്ച് ഈ കാണികളെ ബോറടിപ്പിക്കണ്ട. പ്രതിഭാഗം വക്കീലെവിടെ? 2 വക്കീലിൽ നിൽക്കാൻ ഇവിടെ സ്ഥലമുണ്ടാ? 2 കക്ഷിയുടെ നിന്ന് കാശ് വാങ്ങി ഞാൻ തന്നെയാണ് ഇതും അതും വാദിക്കുന്നത്. സ്മാർട്ട് ഫോണിന്റെ പരാതിക്കെതിരെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുക്കുന്നു. ഗൾഫിലുള്ള ഗഫൂറിന്റെ ആയാലും കൊച്ചിയിലുള്ള കൊച്ചപ്പന്റെ ആയാലും എല്ലാ വിവരങ്ങളും വിത്തിൻ സെക്കൻഡ്സിൽ ഞാൻ എത്തിക്കുന്നുണ്ട്. അതിപ്പോ ഫോട്ടോ ആണെങ്കിലും ശരി, വീഡിയോ ആണെങ്കിലും. ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കിയേ. ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടെ കുറെ എണ്ണം ഈ വാട്സപ്പും കുത്തിയിരിക്കുന്നത് കണ്ടോ? ഞാനില്ലാതെ ഒരു കാര്യം നടക്കില്ല എന്നായിട്ടുണ്ട്. മൈ ലോർഡ്, പ്രതി തന്റെ കടമ ചെയ്തതാണെങ്കിലും ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ മറുപടി. താങ്കൾക്ക് പോകാം. അടുത്തയാളെ വിളിക്കൂ. രണ്ടാം പ്രതി, യുവതലമുറയുടെ ഉറക്കം കെടുത്തുന്നവൻ, വേൾഡ് വൈഡ് ഫയറായ ഇൻസ്റ്റാഗ്രാം. ഹാജരുണ്ടോ? ഹാജറുണ്ട്. സ്മാർട്ട് ഫോണിനെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും ദ്രോഹിക്കുന്നത്? ഓ നോ, ഓരോരുത്തരെയും ക്രിയേറ്റിവിറ്റി പുറം ലോകത്തേക്ക് എത്തിക്കലാണ് ഞാൻ ശ്രമിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ദയ കാണാൻ. രാജാവ് തുള്ളി.
ഭൃത്യൻ തുള്ളി. രാജാവും ഭൃത്യനും ഒരുമിച്ച് തുള്ളി. മത്സരത്തുള്ളൽ. 1.7 മില്യൺ ലൈക്കാണ് ഈ വീഡിയോയ്ക്ക്. ഇനി ഒന്നും കൂടിയുണ്ട്. നീ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ആളായിരുന്നല്ലോ. ആയിരുന്നോ? അവിടെ കിട്ടാത്ത ഫിറ്റിംഗ് കംഫോർട്ട് എനിക്ക് ഇതില് കിട്ടി. അത് ശരിയാ, ഞാനിപ്പോ വി സ്റ്റാറിന്റെ കാർബൺ സീരീസ് ഉപയോഗിക്കണം. എന്തുട്ടാ ഫീല്, സ്മൂത്ത് ആൻഡ് ഫിറ്റ്, ഒരു ലൈറ്റ് വെയിറ്റ് സാധനം, ഇട്ടറിയൂല മോനെ. എന്താ ഈ കാർബൺ സീരീസ്? ഇത് വുഡ് പൾപ്പ് ഫാബ്രിക് ആണ്. സ്വെറ്റ് ആയാലും ബോഡി സ്മെല്ല് വരാതിരിക്കാനുള്ള ആന്റി ബാക്ടീരിയൽ ടെക്നോളജി ചെയ്യുന്നു. ഗുണം, ബോഡി എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. ടോട്ടലി ഒരു എക്കോ ഫ്രണ്ട്ലി. മൈലോട്ട്, ശരിക്കും ഇദ്ദേഹം പാവമാണ്. ഈ പാവത്തിനാണോടോ താൻ കുറ്റം പറഞ്ഞത്? അടുത്ത ആളെ വിളിച്ചെനി. ഇനി മൂന്നാം പ്രതി, കാലത്തെ അതിജീവിച്ച് ട്രെൻഡിങ്ങിൽ ഇന്നും ഒന്നാമതായി നിൽക്കുന്ന ലോകത്തിന്റെ സ്പന്ദനം ജഗജാല കില്ലാടി മഹേന്ദ്ര യൂട്യൂബ്. കട്ടപ്പ, കൽപ്പന, പോർ പെരുമ്പറ മുഴങ്ങട്ടെങ്ങും. സോറി, വിഷയത്തെയും തെറ്റിമാറി. കം ടു ദ പോയിന്റ്. മിസ്റ്റർ യൂട്യൂബ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്റെ പൊന്നു ജഡേജ, ജഡേജ അല്ല ജഡായു. ജഡായു ഈ ഇരിക്കുന്ന മഹാനുഭാബുലു, ബാഹുലു, പുല്ല്, ഇയാളെയാണോ താൻ ജഡേജ എന്ന് വിളിച്ചത്? ഓ സോറി 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 എന്റെ ജഡ്ജെ, നിങ്ങൾ ഇത് കേൾക്കണം. ഞാൻ പണിയെടുത്ത് ജീവിക്കണ ഒരാളാണ്. പരസ്യക്കാരന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും, എന്നിട്ട് ആ പരസ്യം കാണാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. ഇതൊക്കെ ഒരു തെറ്റാണോ? ഇനി അതൊക്കെ പോട്ടെ, നിങ്ങൾക്കൊരു മീൻകറി വെക്കണം, അല്ലെങ്കിൽ ഒരു സാമ്പാർ വെക്കണം. നിങ്ങൾ ആരോട് പോയി ചോദിക്കും? പറ, നിങ്ങൾ ആരോട് സാധാരണ ചോദിക്കാറ്? നിങ്ങൾ വായ തുറക്കരുതിട്ടാ. ഇനി അതൊക്കെ പോട്ടെ, കാറിന്റെ ടയർ പഞ്ചറായി, സ്റ്റെപ്പിന് ഇടണം. നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് വന്നല്ലേ ചോദിക്കണത്, ഹൗ ടു ചേഞ്ച് മൈ സ്റ്റെപ്പിനി ടയർ. കണ്ട, എത്ര ഭാഷകളിലാണ്. ഇനി അതൊക്കെ പോട്ടെ, നിങ്ങൾക്കൊരു ലോങ് ഡ്രൈവ് പോകണം, നല്ല വൈബ് പാട്ട് കേട്ടിട്ട്. നിങ്ങൾ എന്താ ചെയ്യാറ്? എൻ്റെ അടുത്ത് വന്നല്ലേ ചോദിക്കണത്. ഇതൊന്നും പോരാണ്ട് ഞാൻ എത്ര പേർക്ക് ജോലി കൊടുക്കണ്ടെന്നറിയോ? ഞാൻ കാരണം എത്ര കുടുംബങ്ങൾ ജീവിക്കണ്ടെന്നറിയോ? എന്നിട്ടും ഞാനിവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥയായല്ലോ. ഓ പോട്ടെ മൈ ഡിയർ യൂട്യൂബ്, താങ്കളെ എനിക്ക് മനസ്സിലാകും. മൈ ലോഡ്, ഈ നിഷ്കളങ്കനെയാണോ നിങ്ങൾ കുറ്റവാളിയായി കാണുന്നത്? ഓ ലജ്ജാവഹം. താങ്കൾ പൊക്കോളൂ, അടുത്ത ആളെ വിളിക്കാം. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. താനാരാ? തന്നെ പ്രതി ചേർത്തിട്ടില്ലല്ലോ. അത് ശരിയാണ്, എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഒരു കാര്യം പറയാൻ വന്നതാ. എന്താണ്? പറയൂ. 25-ാം തീയതി ആകാറായി, എല്ലാവരും അറ്റൻഡൻസ് ക്ലിയർ ചെയ്തോളൂ. ഓണത്തിനടക്കാനോടോ പൂട്ടുകച്ചവടം, ഇറങ്ങി പോടോ. അഞ്ചാം പ്രതി, അറിവിന്റെ നിറകുടം, പുതുതലമുറയുടെ തലച്ചോറ്, ChatGPT. എങ്ങനെയാണ് ഞാൻ താങ്കളെ സഹായിക്കേണ്ടത്? ആസ്ക് എനിത്തിങ്. തന്റെ സഹായം കൂടിയത് കൊണ്ടാണ് താനിവിടെ വന്ന് നിൽക്കേണ്ടി വന്നത്. ഓ, ആദ്യമൊക്കെ എല്ലാവരും വാട്ടീസേ എന്നാണ് ചോദിച്ചത്. ഇപ്പോഴാണെങ്കിലോ എൻ്റെ രാജിക്കത്ത് എഴുതിത്താ, പ്രണയലേഖനം എഴുതിത്താ, കുട്ടികളുടെ ഹോംവർക്ക് എഴുതിത്താ, വിറ്റമിൻസ് എഴുതിത്താ. എന്തിനി ഈ സ്കിറ്റിന്റെ സ്ക്രിപ്റ്റ് വരെ ഞാനല്ലടോ എനിക്ക് എഴുതി തന്നെ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ
അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ലാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ട, അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരിക്കും. ഇതല്ലേ ഇപ്പൊ എന്തിനാ ഇവിടെ പറയണേ? അതൊരു ആവേശത്തിന് ഞാൻ വന്നതാണ്. അടുത്ത ആളെ വിളിക്കാം. പ്രതിഭാഗം വാദം കഴിഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷിമൊഴികൾ. ഒന്നാം സാക്ഷി സ്റ്റോറേജ് ഹാജരുണ്ടോ? 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 ഹാജരുണ്ടേ. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമെരിയും ആരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ മറയുകയായി നീയാം ജ്വാലാമുഖ. പഴയ ജീവിതത്തിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കുണ്ടോ എന്ന് അറിയില്ല. ഈ ദുഷ്ടന്മാരെല്ലാം കൂടി ചേർത്ത് എന്നെ ഇല്ലാതാക്കി. മൈ ലോഡ്, അറിഞ്ഞോ അറിയാതെയുള്ള ഡാറ്റ സ്റ്റോറി, ഡെയിലി അപ്ഡേറ്റ്സ്. അവന് വന്നതും പോയതിനും ഫയൽ സ്റ്റോറേജ്, ആപ്പ് ഡേറ്റ, ക്യാഷ്, ചക്ക, ചുക്ക്, ഇങ്ങനെ അങ്ങനെ എന്തൊക്കെയോ കുത്തിക്കയറ്റി എന്നെ ഉമാർ ഈ കോലത്തിലാക്കി. ഞാൻ എന്തു പറയാനാ? താങ്കൾ ഇമോഷണൽ ആകാതെ ഇരിക്കൂ. പരാതിക്കാരന്റെ പരാതികൾ പൂർണ്ണമായും ഇവിടെ വിസ്തരിക്കപ്പെട്ടിരിക്കുന്നു. സ്മാർട്ട് ഫോൺ നീതിമാനാണെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ISD 312, 315 വകുപ്പുകൾ ഉൾപ്പെടുത്തി പ്രതികളായ ആപ്പുകളുടെ ലൈസൻസ് കട്ട് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഈ കോടതിയോട് വിനീതമായി അപേക്ഷിക്കുന്നു. വക്കീലെ, നിർത്ത്. എങ്ങോട്ടേ കത്തിക്കേറി പോണേ? മതി. എടോ, ഞങ്ങൾ കാശ് തന്നെയല്ല തന്നത്, ഇനി ഞങ്ങളുടെ കാര്യം പറ. മൈലോൺ, ആപ്പുകൾ ശരിക്കും പരോപകാരികളാണ്. അവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ പാവങ്ങൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച സ്മാർട്ട് ഫോൺ ഈ പാവങ്ങൾക്കുണ്ടായ മാനനഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകാൻ വിധിക്കണമെന്നും പ്രതികളായ ആപ്പുകളെ നിരപരാധികം വിട്ടയക്കണമെന്നും ഈ കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. എന്തത്? ഓന്തും അവരും അതുപോലെ. आप लोग आधा घंटे से बहस कर रहे हैं, मुझे बोलने को मौका भी नहीं दे रहे. आप लोग क्या बोला मुझे कुछ समझ में नहीं आया. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഇല്ല, ഞാൻ തോറ്റിട്ടില്ല. ഈ കോടതിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അടുത്ത കോടതിയിൽ പോകും. അവിടെ മനസ്സിലായില്ലെങ്കിൽ അതിനു മുകളിൽ പോകും. കാരണം എന്നെ കുറ്റം പറയുന്നവരും എന്നെ ഉപയോഗിക്കുന്നവരും ഇപ്പോഴും ഓൺലൈനിൽ തന്നെ ഉണ്ട്.